തുടർച്ചയായി ഉണ്ടായ ഉരുൾപൊട്ടലുകൾ കവർന്നെടുത്ത ഭൂമിയാണ്. എനിക്ക് ഈ പിറകിലായി കാണുന്ന ഒരു വലിയ മൺകൂന കാണാൻ കഴിയും. വലിയ പാറക്കെട്ടുകളൊക്കെ അവിടെ ഒരു വാർപ്പ് വീടുണ്ടായിരുന്ന സ്ഥലമാണെന്നതാണ്. അവശേഷിപ്പുകളൊന്നും ഇല്ലാത്ത വിധത്തിലാണ് പൂർണ്ണമായും തകർന്നത്. ഈ മേഖലയിൽ മാത്രം നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെയും ഈ ചുറ്റുവട്ടത്തുമായും 8 വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. ഇവിടെ റോഡുണ്ടായിരുന്നു, അതുപോലെ ഒരു വായനശാല, ഒരു കുരിശുപള്ളി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതിൻ്റെ ഒന്നും അവശേഷിപ്പുകൾ പോലും ഇല്ലാത്ത വിധത്തിലാണ് ഈ പ്രകൃതി ദുരന്തം അതെല്ലാം തന്നെ ഇല്ലാതാക്കി കളഞ്ഞത്. ഇപ്പോൾ ജിബിനാണ് ചേരുന്നത്. അവിടെ ഒന്നുമില്ല, മണ്ണ് മാത്രം. മണ്ണെന്ന് പറഞ്ഞാൽ മൺകൂന മാത്രമേ ഉള്ളൂ അവിടെ. അതായത് നമ്മുടെ വീടിൻ്റെ മേലെ വീടിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു തോട് ഒഴുകുന്നതായിരുന്നു. അന്നേരം അവിടുന്ന് ഒരു ഉരുള് വന്നു, അവിടുന്ന് മുഴുവൻ ഒലിച്ച് വന്ന് നമ്മുടെ വീട് ഫുള്ളായിട്ട്, നമ്മുടെ പറമ്പും ഇല്ല, 25 സെൻറ്റ് പറമ്പും ഫുൾ ഒലിച്ച് അവിടെ ഒരു താമസമില്ലാത്ത 3 വീടുകളുണ്ടായിരുന്നു. ആ 3 വീടുകളും എടുത്ത് താഴേക്ക് വന്ന് ഞാൻ ഒരു 2:15 ആകാറായപ്പോഴത്തേനും അമ്മേനെ വിളിക്കുമ്പോൾ അമ്മ കരയുക. അന്നേരം അമ്മ പറഞ്ഞു, നമ്മുടെ വീടെല്ലാം പോയി, ഒന്നുമില്ല അവിടെ, മൺകൂന മാത്രമേ ഉള്ളൂ അവിടെ. നമ്മുടെ വീട്ടിലേക്ക് 2 മരത്തടി വന്ന് അടിച്ചപ്പോഴത്തേനും അമ്മേനെയും വിളിച്ച് അച്ചാച്ച അമ്മേനെ വിളിച്ച് ഓടി. ഒരു ഇതുപോലെ ഇങ്ങോട്ടേക്ക് കയറിയാൽ ഉരുള് വരാത്തൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു വീടുള്ള സ്ഥലമാണ് എൻ്റെ വീടിൻ്റെ അവിടെ. ഇങ്ങനെ ഒരു 2 കയ്യാല കയറിയപ്പോഴത്തേനും ഇത് ഫുള്ള് ഇങ്ങനെ എടുത്ത് പോയി. കയറാനുള്ളൊരു സമയം കിട്ടിയതാണ് ഭാഗ്യം. ഓടി കയറാനുള്ള സമയം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനൊന്ന് ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ലായിരുന്നു. ജീവിതം ഒന്നേ തുടങ്ങണമല്ലേ എല്ലാവർക്കും? ജീവിതം ഒന്നേ തുടങ്ങണം. ഒന്നുമില്ല, ആകെ വിട്ട 2 തുണിയും പിന്നെ ക്യാമ്പിൽ അവർ തുണികൾ സാധനങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. അതേൽ ഇനി നമ്മൾ തുടങ്ങണം. ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ഇല്ല, നമ്മുടെ മഞ്ഞച്ചേളി മഞ്ഞക്കുന്നെന്ന് പറഞ്ഞൊരു സ്ഥലം ഇനി ഇല്ല. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ അതേ സമയത്ത് തന്നെയാണ് വിലങ്ങാടും ഉരുൾ പൊട്ടിയത്. ഈ വിലങ്ങാടേക്കുള്ള വഴികളൊക്കെ പൂർണ്ണമായും തകർന്നു നിൽക്കുകയാണ്. ഉരുട് പാലം വഴിയാണ് വിലങ്ങാടേക്ക് വരേണ്ടത്. അതിൻ്റെ അപ്രോച്ച് റോഡ് തകർന്ന് വിലങ്ങാട് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി. വൈദ്യുതി ബന്ധമില്ല. 100-ലധികം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. എന്തായാലും ഈ പ്രകൃതിക്ഷോഭം, ഉരുൾപൊട്ടൽ വിലങ്ങാടിനെ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. വിലങ്ങാട് എന്ന ജസ്റ്റിൻ മാത്യുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.